പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നത് വിശദീകരിക്കുന്ന ക്ലാസുകൾ നമ്മളതിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലാണ്. 6ാം ക്ലാസ്സിലെ അവസാനത്തെ 2 പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. യൂണിറ്റ് 2 പഠേം ഖേലേം എന്നതിലെ മുഹബ്ബത്ത് കി ഷമ്മെ ജലായെ കെ ഹം എന്ന പാഠത്തിലെ 2 പ്രവർത്തനങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇതിലെ ഒരു പ്രവർത്തനം ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പാട്ട് നൽകിയിട്ട് ഇതിൽ ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്നതാണ് ഇതിലുള്ള ഒരു പ്രവർത്തനം. നമുക്കിങ്ങനെ പറയാം, പിന്നെ ഏ നസം ഗൗർ സെ പഠിയേ ഹമാര വതൻ ഹിന്ദുസ്ഥാൻ കെ ബാരെ ജുംലെ ലിഖിയെ. ഇന്ത്യയെക്കുറിച്ചുള്ള സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ആ പാട്ടൊന്ന് വായിക്കാം. ഹിന്ദുസ്ഥാൻ ഹേ ദേശ് ഹമാര, ജാൻ ഹേ അപ്നി ഹംകോ പ്യാര. हिंदू मुस्लिम सिख ईसाई आपस में है भाई भाई, भाई को है भाई प्यारा, ऐसा होगा जलन हमारा. एक के दुख में सब हो साथी, सबकी खुशी में सब हो साथी. देश का मिलकर काम करेंगे, जग में रोशन नाम करेंगे. ഇവിടെ ഒരു പദം, ഒരു സെൻറ്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ പ്യാര ദേശ് ഹേ. ഇതുപോലെ ഈ പാട്ട് വായിച്ചിട്ട് ഇന്ത്യയെക്കുറിച്ച് എഴുതാനുള്ള പ്രവർത്തനമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ ഹേ ദേശ് ഹമാര എന്നതിൽ നിന്ന് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് എഴുതാവുന്ന സെൻറ്റൻസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ നമ്മൾ സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഹേ അതുപോലെ ഹൈ അല്ലെങ്കിൽ ഹോഗ എന്നതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സെൻറ്റൻസിൻ്റെ അവസാനത്തിലാണ് വരിക. ഹേ എന്നതും ഹൈ എന്നതും ഹോഗ എന്നത് എന്നിവയെല്ലാം ഒരു സെൻറ്റൻസിൽ അവസാനത്തിലാണ് വരിക. അപ്പോൾ ഈ വരിയെ നമ്മൾ സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹേ എന്ന ഭാഗം എന്തായാലും ഏറ്റവും അവസാനമാണ്. ഇന്ത്യയെക്കുറിച്ചുള്ളത് ആയതുകൊണ്ട് ഹിന്ദുസ്ഥാൻ എന്നതായിരിക്കും ആദ്യത്തിലുണ്ടാവുക. അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന ഇത് ആദ്യത്തിലും ഹേ എന്നത് അവസാനത്തിലുമാണ്. ഇനി ദേശ് ഹമാര എന്നതാണ് ഉള്ളത്. ഇതിനെ നമ്മൾ ശരിയായ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഇന്ത്യ നമ്മുടെ ദേശ് ആകുന്നു. ഹിന്ദുസ്ഥാൻ ഹമാര ദേശ് ഹേ, ഹിന്ദുസ്ഥാൻ ഹമാര ദേശ് ഹേ എന്ന രീതിയിൽ നമുക്ക് ലഭ്യമാവും. ഇനി ജാൻ ഹേ അപ്നി ഹംകോ പ്യാര. ജാൻ ഹേ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്നി ഹംകോ പ്യാര, നമുക്ക് നമ്മുടെ രാജ്യം ജീവനാണ് എന്നതാണ് അർത്ഥം. ഇവിടെ എന്തിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്? ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ വരിയിൽ ഹിന്ദുസ്ഥാൻ എന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇന്ത്യയെക്കുറിച്ചാണ്, നമ്മുടെ ജീവനാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തിൽ നമുക്ക് ഹിന്ദുസ്ഥാൻ എന്നു തന്നെ എഴുതാം. എന്നിട്ട് ഹംകോ നമുക്ക്, ഇന്ത്യ നമുക്ക്, അപ്നി പ്യാര ജാൻ ഹെ. ഹിന്ദുസ്ഥാൻ ഹംകോ നമുക്ക്, അപ്നി നമ്മുടെ പ്യാര ജാൻ ഹെ പ്രിയപ്പെട്ട ജീവനാണ് എന്നെഴുതാം. അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം, ഹിന്ദുസ്ഥാൻ ഹംകോ അപ്നി പ്യാര ഹെ, പ്യാര ജാൻ ഹെ എന്നുകൂടി എഴുതാം. ജാൻ ഹെ, ഹിന്ദുസ്ഥാൻ ഹംകോ പ്യാര ജാൻ ഹെ എന്നെഴുതാം. അടുത്തത് ഹിന്ദു മുസ്ലിം സിഖ് ഈസായി. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സിഖ് മതക്കാർ, ഈസായി ക്രിസ്ത്യൻ വിഭാഗക്കാർ, ഇവയെല്ലാം മതവിഭാഗങ്ങളുടെ പേരുകളാണ്, മതങ്ങളുടെ പേരുകളാണ്. ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇവരെല്ലാവരും പരസ്പരം ഭായി ഭായി ഹേ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളാണ്. ഹിന്ദു, മുസ്ലിം, സിഖ്, ഈസായി തുടങ്ങിയ എല്ലാ മതക്കാരും പരസ്പരം സഹോദരങ്ങളായിട്ടാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഈ ഒരു വരി മാത്രമായി നമുക്ക് സെൻറ്റൻസ് ആക്കാൻ കഴിയില്ല. ഈ വരികൾ മുഴുവനായി, അഥവാ ഇങ്ങനെയുള്ള ഈ വരികൾ മുഴുവനായിട്ടാണ് നമ്മൾ സെൻറ്റൻസിലേക്ക് എഴുതുക. എഴുതുമ്പോൾ ഇതേ ഓർഡറിൽ തന്നെ എഴുതാം. ഹിന്ദു, മുസ്ലിം, സിഖ്, ഈസായി എന്നത് അതുപോലെ എഴുതിയിട്ട് ആപ്പസ് മേം ഭായി ഭായി ഹേ, ഇവിടെ നമ്മൾ ഹേ എന്നത് അവസാനമാണ് എഴുതുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇനി ഭായി കോ ഭായി പ്യാര ഹേ,
ബായിക്കോ ബായി പ്യാരാ ഹേ എന്ന രീതിയിൽ അടുത്ത വരി എഴുതാം. ഏസാ ഹമാര ജലൻ ഹോഗ. ഏസാ ഹമാര ജലൻ ഹോഗ. അടുത്തത് ഏക് കെ ദുഃഖ് മേം സബ് ഹോ സാത്തി എന്നതാണ്. ഈ വരിയിൽ ഹേ എന്നില്ല അല്ലേ, ഹോഗ എന്നില്ല. അതേസമയം സബ് ഹോ എന്നുണ്ട്. അപ്പോൾ ഈ ഹോ എന്നുള്ള ഈ വരികൾ അവസാനത്തെ ഭാഗമായിരിക്കും. ഏക് കെ ദുഃഖ് മേം സബ് സാത്തി ഹെ. സെൻറ്റൻസിലേക്ക് എഴുതുമ്പോൾ ഏക് കെ ദുഃഖ് മേം സബ് സാത്തി ഹെ. ഒരുത്തൻ്റെ ദുഃഖത്തിൽ എല്ലാവരും എന്തു ചെയ്യുന്നു? പങ്കുചേരുന്നു എന്നാണ്. ഇന്ത്യയിൽ ഒരാൾക്ക് ദുഃഖമുണ്ടെങ്കിൽ അയാളുടെ ദുഃഖത്തിൽ എല്ലാവരും പങ്കാളികളാകുന്നു. സബ് കി ഖുശീമേം എല്ലാവരുടെ സന്തോഷത്തിലും സബ് സാത്തി ഹെ. ഇതേ രീതിയിൽ തന്നെ ഈ സബ് ഹോ എന്നുള്ളത് സബ് സാത്തി ഹെ എന്ന രീതിയിൽ സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതാം. ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസ് ആക്കി എഴുതിയത് ഒന്ന് നോക്കാം. ഹിന്ദുസ്ഥാൻ പ്യാരാ ദേശ് ഹെ. ഹിന്ദുസ്ഥാൻ ഹമാരാ ദേശ് ഹെ. ഹിന്ദുസ്ഥാൻ ഹംകോ അപ്നി പ്യാരാ ജാൻ ഹെ. हिंदू मुस्लिम सिख ईसाई आपस में भाई भाई है. हिंदुस्तान में एक के दुख में सब साथी है. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. എന്താണ്? ശാലിനി സ്കൂൾ മേ പൂക്കളം ബനാനേക്ക് മുക്കാബല. ശാലിനിയുടെ സ്കൂളിൽ പൂക്കള മത്സരമുണ്ട്. ശാലിനി രാമു ചാച്ചയാക്കെ ഗർഭസെ വീട്ടിൽ നിന്ന് ഫൂൽ തോടുക്കർ പൂവ് പറിച്ചിട്ട് ആരഹിത്തി വരികയായിരുന്നു. രാസ്തേമേ അപ്പിനെ ദോസ്ത് രാധാസെ മുലാഖാത്ത് ഹുയി. എന്ത് ചെയ്യുന്നു? രാധയെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം. രാധ ആദാബ് ശാലിനി ടോക്രീമേ ക്യാ ഹെ. അപ്പോൾ ശാലിനി പറയണം ടോക്രീമേ പൂൽ ഹെ. ക്യാ ക്യാ പൂൽ ഹെ, എന്തെല്ലാം പൂക്കളാണ് ഉള്ളത്. അപ്പോൾ പറയാം നമുക്കറിയാവുന്ന പൂക്കളുടെ പേരൊക്കെ എഴുതാം. ഗുലാബ്, ചമ്പ, ഗേന്ദ, ചമേലി, അങ്ങനെ അറിയാവുന്ന എല്ലാ പൂക്കളുടെ പേരും എഴുതുക. അവസാനത്തെ പൂവ് എഴുതുന്നതിന് മുമ്പ് ഓർ എന്നെഴുതുക. ഓർ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നതാണ് ഇംഗ്ലീഷിലെ അർത്ഥം. ഓർ സൂരജ്മുഖി ഹെ. ചമ്പ, ഗേന്ദ, ചമേലി ഓർ സൂരജ്മുഖി ഹെ. ഇനി നമുക്ക് എഴുതാവുന്ന വരികൾ ഒന്നെങ്കിൽ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് എഴുതാം അല്ലേ, കാരണം ഇതെവിടെ നിന്ന് കിട്ടി എന്ന രീതിയിൽ എഴുതാം. അതല്ലെങ്കിൽ ഇത് വളരെ നല്ല ഭംഗിയുണ്ട്, നമുക്ക് ഇതേറ്റും പോവാമെന്നാവാം. അല്ലെങ്കിൽ ചോദ്യമായിട്ട് തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ ये കഹാ സെ മില. ഇതെവിടെ നിന്നാണ് നിനക്ക് ഇത്രയും പൂക്കൾ കിട്ടി? അപ്പോൾ ഇവിടെ ഉത്തരവിടെ ഉണ്ട്, രാമു ചാച്ചാക്കെ ഗർസെ. രാമു ചാച്ചാക്കെ ഘർസെ എന്ന രീതിയിൽ എഴുതാം. സിമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ ഈ സംഭാഷണം പൂർത്തീകരിക്കാവുന്നതാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിന് മുകളിലുള്ള സെൻറ്റൻസിൽ നിന്ന് തന്നെ ലഭ്യമാവും. കുറച്ച് പൂക്കളുടെ പേരൊക്കെ എഴുതാൻ അറിയുമെന്നുണ്ടെങ്കിൽ അതെഴുതിയാൽ വളരെ സിമ്പിളായിട്ടിത് ഈ പ്രവർത്തനം ചെയ്യാം. അപ്പോൾ 6ാം ക്ലാസ്സിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിനകം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം ക്ലാസ് നമുക്ക് നിർത്താം. ശുക്രിയ. ഖുദാ ഹഫീസ്.